ഇന്നലെ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഓസ്ട്രേലിയയിൽ ജൂതന്മാർക്കെതിരെ അവരുടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക, അതായത് ഹനുക്ക എന്ന് പറയുന്ന അവരുടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ബോണ്ടി ബീച്ചിൽ നടന്ന ഒരു ആക്രമണം, ഒരു വെടിവെപ്പ്, ഒരു സംഘം ആളുകൾ വന്നുകൊണ്ട് ജൂതന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ജൂതന്മാർക്കെതിരെ കൃത്യമായി വെടിവെപ്പ് നടത്തുകയും നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്ത സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ ആ സംഭവത്തോടനുബന്ധിച്ച് വളരെ നമ്മയൊക്കെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യൻ, അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പഴക്കച്ചവടക്കാരനായ, സാധാരണ കച്ചവടക്കാരനായ ഒരു വ്യക്തി ഈ ആക്രമണം നടത്തുന്ന, ഷൂട്ടിംഗ് നടത്തുന്ന ആളിനെതിരെ ഒരു കാറിൻ്റെ പിന്നിൽ നിന്ന് പാഞ്ഞെടുക്കുകയും ഈ ആക്രമണം നടത്തുന്ന തോക്കുധാരിയായ തീവ്രവാദിയെ മുഴുക്കെ പിടിക്കുകയും അവനിൽ നിന്ന് തോക്ക് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന ഒരു സംഭവം. അതായത് ഈ അഹമ്മദിൻ്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്കെതിരെ കൃത്യമായി ഷൂട്ട് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊലയാളിക്കെതിരെ, അല്ലെങ്കിൽ കൊലയാളി സംഘത്തിന് നടുവിലേക്കാണ് ഈ അഹമ്മദ് അൽ അഹമ്മദ് പാഞ്ഞെടുക്കുകയും ധൈര്യസമേതം ആ തോക്ക് പിടിച്ചു വാങ്ങുകയും എന്നിട്ട് അവനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ഈ രംഗം നമുക്ക് കാണാനിടയാകുന്നത്. ഈ അഹമ്മദിൻ്റെ ജീവൻ കൃത്യമായി പണയപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു ദൗത്യത്തിന് അഹമ്മദ് ഇറങ്ങുന്നത്. അഹമ്മദിന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഹീറോ എന്ന് വിളിച്ചുകൊണ്ട് ഓസ്ട്രേലിയക്കാർ മുഴുവനും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ ഒരു വ്യക്തിയാണെന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കറിയാം, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാകും, ഈ ഒരു രംഗമെന്ന് പറയുന്നത് ഈ അഹമ്മദ് ഈ ദിവസത്തെ ഹീറോ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ രാത്രി പറയുമ്പോൾ ഞാൻ പറഞ്ഞത് 11 പേർ മരണപ്പെടുകയും 29 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നായിരുന്നു. എന്നാൽ മരണസംഖ്യ വർദ്ധിച്ചു വരുന്നു. ഞാൻ ഇപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് 16 പേർ മരണപ്പെട്ടു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 40-ൽ പരം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും വരുന്നു. ഇനിയും മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട്. അതായത് ഒന്നിലധികം തോക്കുധാരികൾ വളരെ കൃത്യമായി ജൂതന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രീ പ്ലാൻഡോടുകൂടി വന്ന ഒരു സംഘം ആളുകൾ, 1, 2, 3, വീഡിയോയിൽ 3 പേരെ നമുക്ക് തന്നെ കാണാം. വീഡിയോയിൽ ബ്രിഡ്ജിന് മുകളിൽ 2 പേർ അണിനിരക്കുന്നതും ഇപ്പുറത്ത് ഈ അഹമ്മദ് അൽ അഹമ്മദ് കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തിയെയും ആ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിലധികം ആളുകൾ, 3, 4 ആളടങ്ങുന്ന സംഘം കൃത്യമായി ജൂതന്മാരെ ടാർഗറ്റ് ചെയ്യാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരികയും ജൂതന്മാർക്കെതിരെ കൃത്യമായി വെടിയുതിർക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ അഹമ്മദിൻ്റെ ഈ ഒരു ഇടപെടൽ മൂലം കൃത്യമായും ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ ഈ അഹമ്മദിന് കഴിഞ്ഞു എന്നാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. കൃത്യമായും അദ്ദേഹത്തിന്, നമുക്കറിയാം, ഒരു ജൂതന്മാർക്കെതിരെ ഒരു ആക്രമണം നടക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു മുസ്ലിമീങ്ങൾ നടത്തിയ ആക്രമണമാണെന്ന് തെറ്റിദ്ധരിക്കുവാനും അത്തരത്തിലൊരു ധാരണ ഉണ്ടാകുവാനും ഒക്കെ കാരണമുണ്ട്. ജൂതന്മാർക്കെതിരെ ഈ ആക്രമണം, നമുക്ക് പണ്ട് കാലം മുതലേ ജൂതന്മാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾ അല്ല എന്നുള്ള കാര്യം ഹിസ്റ്ററിയിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലാകുന്നതാണ്, ലോകത്തിന് അറിയാവുന്നതുമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ജൂതരാജ്യമായ ഇസ്രയേൽ ഗസയിലും ലബനാനിലും സിറിയയിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും ഗസയിലെ വംശഹത്യാപരമായ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുമൊക്കെയും ഈ ആക്രമണത്തെ അപലപിക്കുകയും ഇസ്രയേലിനെ തള്ളിപ്പറയുകയും ഗസയുടെ കൂടെ ഫലസ്തീനികളുടെ കൂടെ ഒരുമിച്ച് നിൽക്കുകയും ചെയ്ത സംഭവ വികാസങ്ങൾ അറിയാവുന്നതാണ്. ഒരുപക്ഷെ അറബ് ലോകത്ത് ഉണ്ടായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ ഇസ്രയേലിനെതിരെയുള്ള ഉപരോധങ്ങളും മറ്റുമൊക്കെയും കൂടുതലും നടന്നിട്ടുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ അമേരിക്കൻ ഐക്യനാടുകളിലും ഒക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. ഈ ഓസ്ട്രേലിയ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൻ്റെയും
ബ്രിട്ടൻ്റെയും അതുപോലെയൊക്കെയുള്ള രാജ്യങ്ങളുടെ കൂടെ ചേർന്നുകൊണ്ട് ഫലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കുകയും അങ്ങനെ ഒരു ഹിസ്റ്റോറിക് മൂവ്മെന്റ് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ആക്രമണം ജൂതന്മാർക്ക് എതിരെ നടത്തിയിട്ടുള്ള ഒരു ആക്രമണം ഒരു ഇസ്ലാം മത വിശ്വാസി ആ ജൂതന്മാരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി രംഗപ്രവേശനം നടത്തി എന്നുള്ളത് ഒരു വലിയ അന്തർദേശീയ വാർത്ത തന്നെയാണ്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും ഇദ്ദേഹത്തെ ഹീറോ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അവിടെയുള്ള, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇസ്രയേലിലെ ജനങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ ജൂതന്മാരും ഒരുപക്ഷെ തീവ്ര പ്രവർത്തനം നടത്തുന്ന തീവ്രവാദികളായിരിക്കണമെന്നോ കുട്ടികളെ കൊല്ലണമെന്ന ആശയമുള്ളവരോ സാധാരണക്കാരെ കൊന്നു തള്ളണം തീർക്കണം എന്ന ആശയമുള്ളവരോ ആയിക്കൊള്ളണമെന്നില്ല. നമുക്കറിയാം, ഈ അടുത്ത് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഇലക്ഷൻ നടന്ന വിഷയം നമുക്കറിയാവുന്നതാണ്. സൊഹറാൻ മംദാനി ഇസ്രയേലിനെതിരെയും ഇസ്രയേലിൻ്റെ ജെനുസൈഡൽ വാറിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടും ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരുപാട് ജൂതന്മാർ സൊഹറാൻ മംദാനിക്കൊപ്പം നിൽക്കുകയും സൊഹറാന് വോട്ട് നൽകുകയും വിജയിപ്പിക്കുകയും ചെയ്ത സംഭവം നമുക്കറിയാവുന്നതാണ്. ഒരുപക്ഷെ ഇസ്രയേൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായും അവരുടെ വോട്ടിന്റെ വിഹിതമില്ലാതെ അവിടെ വിജയിച്ചു കയറുക എന്നുള്ളത് പ്രയാസകരം തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊക്കെ എല്ലാ ജൂതന്മാരും ഇസ്രയേലിന്റെ ഈ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നവരല്ല. പക്ഷെ ഇന്നലെ നടന്ന ഈ ആക്രമണത്തിൽ ഓസ്ട്രേലിയൻ ജൂതന്മാർക്കെതിരെയാണ് ഈ ഒരു ആക്രമണം നടന്നതെങ്കിലും എന്നാൽ ഓസ്ട്രേലിയൻ പൗരന്മാർ മാത്രമല്ല ഇന്നലെ മരണപ്പെട്ടിട്ടുള്ളത്. ഒരു ഇസ്രയേലി പൗരനും ഒരു ഫ്രഞ്ച് പൗരനും മരണപ്പെട്ടിട്ടുണ്ടെന്ന് ഫ്രാൻസും അതുപോലെ ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തെ തീർച്ചയായും നമുക്കറിയാം, നമുക്ക് ഒരു തീവ്രവാദ ആക്രമണത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഗസയിൽ ഹമാസ് നടത്തിയിട്ടുള്ളത് ഒരിക്കലും തീവ്രവാദ ആക്രമണമല്ല. ആ ഹമാസ് നടത്തിയിട്ടുള്ളത് ഒക്ടോബർ 7-ന് അവർക്ക് വർഷങ്ങളായി ഇസ്രയേലിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവരുടെ സ്ഥലം പിടിച്ചെടുക്കുകയും അവർ രാജ്യം പിടിച്ചെടുക്കുകയും അവരിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പൈശാചികപരമായ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജെനുസൈഡിനെതിരെയുള്ള ഒരു സമരമുറയാണ്, ഒരു തിരിച്ചാക്രമണമാണ് ഹമാസ് അന്ന് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്ന് കരുതി ലോകത്ത് എവിടെയും ജൂതന്മാരെ ആക്രമിക്കേണ്ടതില്ല. പക്ഷെ ജൂതന്മാരുടെ പ്രവർത്തനം, ഒരു ജൂതരാഷ്ട്രം ടെററിസ്റ്റ് സ്റ്റേറ്റായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ സ്വാഭാവികമായി നെതന്യാഹുവിൻ്റെ ഈ പ്രവർത്തനത്തിനെതിരെയുള്ള ചില മറുപടികൾ സാധാരണക്കാരായ ജൂതന്മാർ വിവിധ രാജ്യങ്ങളിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. ഈ ഒരു ആക്രമണത്തെ ഇറാനും അതുപോലെ ഫലസ്തീൻ അതോറിറ്റിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൊഹറാൻ മംദാനിയും മറ്റുമൊക്കെ അപലപിച്ചിട്ടുണ്ട്. ഖത്തർ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, അങ്ങനെ തുടങ്ങി ലോക നേതാക്കളൊക്കെയും കൃത്യമായി അപലപിക്കുകയും ഇതൊരു കൃത്യമായ ടെററിസ്റ്റ് അറ്റാക്കാണെന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ആക്രമണത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു തീവ്രവാദ ആക്രമണത്തിന് നടുവിലും രക്ഷകനായി വന്ന അഹ്മദ് അൽ അഹ്മദി എന്ന സാധാരണക്കാരനായ പഴക്കച്ചവടക്കാരനാണ് ഇന്നലത്തെ ഏറ്റവും വലിയ ഹീറോ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന് 43 വയസ്സാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈകൾക്ക് 2 വെടിയുണ്ടകൾ കയറുകയും അങ്ങനെ അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയമാവുകയും ചെയ്തു എന്നുള്ളതാണ് അന്തർദേശീയ മാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടായിരുന്നു സാധാരണക്കാരെ രക്ഷപ്പെടുത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നം എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഏതായാലും ഈ ഒരു ആക്രമണം ലോകത്തെ തന്നെ ഞെട്ടിച്ച, അല്ലെങ്കിൽ ആസ്ട്രേലിയയെ ഞെട്ടിച്ച ഒരു ടെററിസ്റ്റ് അറ്റാക്കാണ്. ആസ്ട്രേലിയയിൽ മുമ്പും പല സമയങ്ങളിലായി ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് അറ്റാക്കുകൾ നടക്കാറുണ്ടെങ്കിലും ഈ ഒരു ആക്രമണം കൃത്യമായും ജൂതന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, ജൂതന്മാരുടെ ഒരു പ്രത്യേക സെലിബ്രേഷൻ, ഹനുക്ക എന്ന് പറയുന്ന ഒരാഘോഷം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രീ പ്ലാൻഡ് ആയിക്കൊണ്ട് ഒരു പറ്റം ആക്രമികൾ വരികയും ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.